ലെബനനിലെ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ ഹമാസ് കമാൻഡർ കൊല്ലപ്പെട്ടുവെന്ന് വാർത്ത പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്നുണ്ട്. 3 ഇസ്രയേലി ബന്ദികളുടെ ഭൗതിക ശരീരം ഗസയിൽ നിന്ന് സൈന്യം വീണ്ടെടുത്തുവെന്നും വാർത്ത വരുമ്പോൾ പി ജെയിംസ് ഈ വാർത്തകളെ ആഴത്തിൽ അപഗ്രഥിക്കാൻ നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. മോർണിംഗ് ഷോയിൽ ഗുഡ് മോർണിംഗ് പി ജെയിംസ്. ഗുഡ് മോർണിംഗ് എസ്കേൻ. ഹായ്. ഹായ്. ഈ അടുത്ത കാലത്തൊക്കെ നിദ്രാഭംഗം ഉണ്ടാകുന്ന കാര്യങ്ങളൊന്നും ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എന്ന് വിശ്വസിക്കുന്നു. ഇല്ല. നല്ല കാര്യം. അപ്പോൾ പശ്ചിമേഷ്യയിലേക്ക് പോകാമെങ്കിൽ എസ്കേൻ, ഇസ്രായേൽ ഹമാസ് യുദ്ധം അതീവ രൂക്ഷമായിട്ട് തുടരുകയാണ്. വടക്കൻ ഗസയിൽ ഇസ്രായേൽ വലിയ ആക്രമണം നടത്തി. കഴിഞ്ഞ മണിക്കൂറുകളിലാണ് ഇസ്രായേൽ സൈന്യത്തിലെ 5 പേർ തന്നെ അബദ്ധത്തിൽ വെടിയേറ്റ് അല്ലെങ്കിൽ അവർ ഉണ്ടായിരുന്ന ബിൽഡിങ്ങിലേക്ക് നിറയൊഴിച്ചു. 5 സൈനികർ ഇസ്രായേൽ സൈന്യത്താൽ തന്നെ കൊല്ലപ്പെടുന്ന അവസ്ഥയുണ്ടായി. അതിനിടയിലാണ് ഇപ്പോൾ ഈ മണിക്കൂറിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത. ഗസയുടെ അടുത്ത് കിടക്കുന്ന ലെബനൻ രാജ്യത്ത് ഒളിവിൽ പോയിരുന്ന അല്ലെങ്കിൽ അവിടെ യുദ്ധങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന ഹമാസിൻ്റെ കമാൻഡർ ഇസ്രായേലി വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നു. അത് വാർത്ത സ്ഥിരീകരിച്ചിരിക്കുന്നത് ഹമാസ് തന്നെയാണ്. അതുകൊണ്ട് വിശ്വസിക്കാം. ഒരുപക്ഷെ ഇസ്രായേലി സൈന്യം പറഞ്ഞാൽ അവിടെ കൊന്നു, ഇവിടെ കൊലപ്പെടുത്തി, ഇവിടെ ഇത് ചെയ്തു എന്നൊക്കെ പറയുന്നത് 100% വിശ്വസിക്കാൻ പറ്റില്ല. എന്തായാലും ഹമാസ് തന്നെ തങ്ങളുടെ കമാൻഡർ കൊല്ലപ്പെട്ടു എന്ന് വാർത്ത പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ വടക്കൻ ഗസയിൽ വേറൊരു കമാൻഡറെ കൊലപ്പെടുത്തിയെന്ന് ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഈ ഇത് രൂക്ഷമായി തുടരുമ്പോഴാണ് ഒക്ടോബർ 7-ാം തീയതി ഇസ്രായേലിലെ അതിർത്തിയിൽ നിന്ന് ഹമാസ് തട്ടിക്കൊണ്ടുപോയ 3 ഇസ്രായേലി ബന്ദികളുടെ ഭൗതിക ശരീരം കണ്ടെടുത്തു എന്ന വാർത്ത വരുന്നത്. അതിൽ 2 പേർ സ്ത്രീകളാണ്, ഒരാൾ പുരുഷനാണ്. വളരെ ഇതായിട്ടുള്ള തണുപ്പേറിയ ഒരു തുരങ്കത്തിനുള്ളിൽ അവർ സൂക്ഷിച്ചു വെച്ചിരുന്ന ഭൗതിക ശരീരങ്ങളാണ് ഇസ്രായേൽ സൈന്യം അവിടേക്ക് ഇരച്ചു കയറി വീണ്ടെടുത്തത്. ഇത് ഇസ്രായേലിലേക്ക് കൊണ്ടുവന്നു. സംസ്കാര കർമ്മങ്ങൾ നടക്കുകയാണെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഇതിനിടയിൽ വടക്കൻ ഗസയിലും അതുപോലെ തന്നെ റഫയിലും രൂക്ഷമായിട്ടുള്ള പോരാട്ടം നടക്കുന്നു. ഒപ്പം ഇസ്രായേലിനെതിരെ അന്താരാഷ്ട്ര കോടതിയിൽ ദക്ഷിണാഫ്രിക്കയുടെ വാദം 2 ദിവസമായി നടക്കുന്നു. ഇസ്രായേൽ എതിർവാദം തുടങ്ങിയിട്ടുണ്ട്. ഒരുപക്ഷെ അന്താരാഷ്ട്ര നീതിന്യായ കോടതി ശക്തമായിട്ട് ഇസ്രായേലിനെതിരെ പ്രതികരിക്കാൻ സാധ്യതയുണ്ട്. ഇസ്രായേലിലും സമാനമായിട്ടുള്ള പ്രതിഷേധങ്ങൾ നടക്കുകയാണ്. പ്രത്യേകിച്ച് ബന്ദികളെ മോചിപ്പിക്കണം എന്നുള്ളത് തന്നെയാണ് പ്രധാന ആവശ്യം. പ്രത്യേകിച്ച് അവരുടെ ഭൗതിക ശരീരങ്ങൾ കണ്ടുകിട്ടുന്ന സാഹചര്യത്തിൽ വലിയ രോഷപ്രകടനം നടക്കുന്നുണ്ട് ഇസ്രായേലിൽ. അത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെയാണ്. പക്ഷേ നെതന്യാഹു ഒരു തരത്തിലും പിന്മാറാൻ തയ്യാറാവുന്നില്ല. അമേരിക്കയിൽ നിന്ന് അവരുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് വരുന്നു. അദ്ദേഹം വന്ന് ജേക്ക് സള്ളിവൻ അദ്ദേഹം വന്ന് സംസാരിക്കാൻ പോകുന്നത് ഇസ്രായേലിലും അതുപോലെ തന്നെ സൗദി അറേബ്യയിലുമാണ്. സൗദി അറേബ്യ അമേരിക്കയുടെ സഖ്യകക്ഷി കൂടിയാണ്. അപ്പോൾ ആ തരത്തിലുള്ള ഒരുപാട് സംഭവവാസ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ലോക മാധ്യമങ്ങളും അതുപോലെ തന്നെ യുദ്ധവിദഗ്ധരും വിലയിരുത്തുന്നത് ഇസ്രായേൽ ഹമാസ് യുദ്ധം ഒരുപക്ഷെ ലോകത്തിൻ്റെ ക്രമങ്ങളെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് മുന്നോട്ട് പോകും. അതിനിടയിൽ ലെബനനിലെ ഹെസ്ബുള്ളയ്ക്ക് റഷ്യ ആയുധം നൽകി എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. റഷ്യ ഇസ്രായേലിനെതിരെ പാലസ്തീൻ്റെ പക്ഷത്ത് ചുവടുറപ്പിക്കുന്നതിൻ്റെ സൂചനകളാണ് കാണുന്നത്. ഇറാൻ, റഷ്യ, ചൈന തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളുടെ ഒരു കൂട്ടുകെട്ട് ഓൾറെഡി ഉണ്ട്. എസ്കേൻ ജെയിംസ്, ഈ ഇന്ത്യൻ വംശജ സുനിത വില്യംസ് ഉൾപ്പെടെയുള്ള 2 യാത്രികരുടെ ബഹിരാകാശ യാത്ര വീണ്ടും മാറ്റിവെച്ചു. എന്തോ ഹീലിയം ചോർച്ചയോ അങ്ങനെ എന്തോ പറയുന്നത് കേട്ടു. എന്തൊക്കെയാണ് വിവരങ്ങൾ, അപ്ഡേറ്റ്? എസ്കേൻ, ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് മാറുന്നു. പ്രത്യേകിച്ച് സുനിത വില്യംസ് പലതവണ അമേരിക്കയെ പ്രതിനിധീകരിച്ച് ബഹിരാകാശത്ത് പോയിട്ടുണ്ട്. ഇത് 6ാമത്തെ യാത്രയാണ്. പക്ഷെ അവരെപ്പോലെ പ്രധാനപ്പെട്ടൊരു വ്യക്തി യാത്ര ചെയ്യുമ്പോൾ വേണ്ടത്ര ഇതൊന്നും നോക്കിയില്ല എന്നുള്ളതുണ്ട്. സ്റ്റാർ ലൈനർ എന്ന ബോയിങ്ങിൻ്റെ ബഹിരാകാശ പേടകത്തിലാണ് അവർ യാത്ര ചെയ്യുന്നത്. അവർ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലെ ലബോറട്ടറിയിൽ പരീക്ഷണങ്ങൾ നടത്തും. അതിനുശേഷം തിരിച്ച് അമേരിക്കയുടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇറങ്ങുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഫ്ലോറിഡയിലെ എന്നാണ് അവർ ബഹിരാകാശത്തേക്ക് പോകുന്നത്. വിൽമോർ എന്ന ആൾ കൂടി ഒപ്പമുണ്ട്. പക്ഷേ 2ാമത്തെ തവണയാണ് ഈ മണിക്കൂറുകളിൽ യാത്ര മാറ്റിവെക്കുന്നത്. ഹീലിയത്തിൻ്റെ ചോർച്ച കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ നാസയ്ക്കൊക്കെ ഒരു തരത്തിൽ അപമാനമാണ്. കാരണം യാത്രികരെ കൊണ്ടുപോകുന്ന സാധാരണ വിക്ഷേപിക്കുന്നത് പോലെയല്ല കൊണ്ടുപോകുന്നതിന് 2ാമത്തെ തവണ പ്രശ്നം നേരിട്ടിരിക്കുന്നു. എന്തായാലും അവർ വീടുകളിലേക്ക് തിരിച്ചുപോയി. ഇനി തിരിച്ചു വരും ഫ്ലോറിഡയിൽ പോകാനായിട്ട്. മെയിൽ തന്നെ അവർ യാത്ര ഇത് ചെയ്തിട്ടുണ്ട്. ഈ അവസാന ആഴ്ചയിൽ യാത്രയുണ്ടാവും. അതിനിടയിൽ ഒരുപക്ഷെ ശാസ്ത്ര വിദ്യാർത്ഥികൾക്കും ശാസ്ത്രജ്ഞർക്കൊക്കെ വലിയ ഇത് നൽകിക്കൊണ്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ എത്രയോ കാലം മുമ്പ് പ്രവചിച്ചത് ശരിയായിരുന്നു എന്ന് ഈ മണിക്കൂറുകളിൽ വാർത്തകളിൽ പുറത്തു വരുന്നു. അതിൽ സയൻറ്റിഫിക് ജേർണലുകളിൽ അത് പ്രസിദ്ധീകൃതമായി വരുന്നുണ്ട്.
ഇത് സംബന്ധിച്ച് തമോഗർത്തം ബ്ലാക്ക് ഹോളിനെ കുറിച്ച് ഒരുപാട് തിയറികൾ വന്നിട്ടുണ്ട്. ഐൻസ്റ്റീനെ തിയറിയെ ചോദ്യം ചെയ്തുകൊണ്ട് സ്റ്റീഫൻ ഹോക്കിങ്സിൻ്റെ ഒക്കെ ഒരുപാട് തിയറി വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഈ പ്രപഞ്ചമുണ്ടായതിനെക്കുറിച്ച്, സോളാർ സിസ്റ്റം ഉണ്ടായതിനെക്കുറിച്ച്, തമോഗർത്തങ്ങളെക്കുറിച്ച്. അപ്പോൾ തമോഗർത്തങ്ങളിൽ ഒരു പ്ലഞ്ചിങ് ഉണ്ടാവുന്നു എന്നാണ് അന്ന് ഐൻസ്റ്റീൻ പ്രവചിച്ചത്. അത് ശരിയാണെന്ന് ശാസ്ത്രലോകം കണ്ടെത്തിയിരിക്കുന്നു. SKN അതിൻ്റെ ഇടയ്ക്ക് വിടുന്നു. ജെയിംസ്, ഈ യുക്രൈനിലെ കാർക്കീവിലെ ഇവർക്ക് റഷ്യക്ക് ഒരു ബഫർ സോൺ വേണം എന്നവർ ആവശ്യപ്പെട്ടിരിക്കുന്നില്ല. മാത്രമല്ല റഷ്യൻ ആക്രമണം അവിടെ തുടരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചൈനയിൽ നിന്ന് കൂടുതൽ ആയുധവും അവർ ചോദിച്ചിട്ടുണ്ട്. കാരണം അവർ പ്രതീക്ഷിച്ച പോലെ ഈ യുക്രൈനിൽ നിന്ന് അടിച്ചു കയറി നശിപ്പിക്കാൻ പറ്റുന്നില്ല. ചൈനയിൽ യാത്ര ഏതാണ്ട് അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉക്രൈനിലെ കാർക്കീവ് എന്ന രണ്ടാമത്തെ നഗരം പിടിച്ചെടുക്കുന്നതിനുള്ള ചോദ്യങ്ങളെക്കുറിച്ച് ആൻസർ ചെയ്തപ്പോൾ പറഞ്ഞിരിക്കുന്നത് കാർക്കീവ് നഗരം പിടിച്ചെടുക്കാൻ ഞങ്ങളുടെ ലക്ഷ്യമല്ല. പക്ഷേ കാർക്കീവിൻ്റെ ഒരു ഭാഗം പിടിച്ചെടുത്ത്, പ്രത്യേകിച്ച് റഷ്യയോട് അടുത്ത് കിടക്കുന്ന നഗരമാണ്, അതുകൊണ്ട് അവിടെ ഒരു ബഫർ സോൺ ചെയ്ത് അവിടെ റഷ്യൻ ആർമി അവിടെ ചാർജ് എടുക്കും. കാർക്കീവ് നഗരം പൂർണ്ണമായും ഞങ്ങൾ പിടിച്ചെടുക്കില്ല എന്നാണ് പറഞ്ഞത്. എന്തായാലും റഷ്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യയ്ക്ക് ആയുധങ്ങൾ വേണം. ചൈനയോട് കൂടുതൽ ആയുധങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും ആയുധങ്ങൾ ഉക്രൈനിലേക്ക് വരുന്നതിന് ബദലായിട്ട് ചൈനയിൽ നിന്ന് ആയുധങ്ങളുടെ കമ്പോണൻസ് ആണ് ചോദിക്കുന്നത്. കാരണം ചൈനയ്ക്കും പേടിയുണ്ട്, കൂടുതലായിട്ട് കൊടുത്താൽ കൂടുതൽ ഉപരോധം വരും. യൂറോപ്പും അമേരിക്കയും തമ്മിലുള്ള ഇപ്പോൾ തന്നെ വഷളായിരിക്കുന്ന ബന്ധം കൂടുതൽ വഷളാവും. അതുകൊണ്ട് ഇത് സംബന്ധിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതുമായി സംബന്ധിച്ച് നടക്കുന്നുണ്ട്. അതിനിടയിൽ റഷ്യൻ ആക്രമണം കാർക്കീവിൽ വീണ്ടും നടന്നു. നിരവധി പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നുണ്ട്. എന്തായാലും SKN ഒരു കാര്യം വ്യക്തമാണ്, യുക്രൈൻ യുദ്ധം 2 വർഷവും 3 മാസം കഴിഞ്ഞിട്ടും യാതൊരു തരത്തിൽ മാറ്റമില്ലാതെ തുടരുകയാണ്. യുദ്ധം കൂടുതൽ മൂർച്ഛിക്കാനാണ് സാധ്യത. SKN. താങ്ക് യു, ബി ജെയിംസ്. താങ്ക് യു. വിദേശ വാർത്തകളുമായി ഇനി നാളെ കാണാം.